UAE പ്രസിഡന്റുമായി നേരിട്ട് സംസാരിച്ചു ബന്ധപ്പെട്ടു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. UAEക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കുന്നു എന്നാണ് നമ്മുടെ രാജ്യത്തെ നിലപാട്. ജീവനുകൾ നഷ്ടപ്പെട്ടതിൽ ദുഃഖം രേഖപ്പെടുത്തി ഇക്കാര്യം പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായുണ്ട്. വിഷ്ണു, നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡ് അത് വളരെ ക്ലിയറാണ്. നേരത്തെ അക്കാര്യമൊക്കെ വ്യക്തമാക്കിയതുമാണ്. പൊതുവിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് അതേക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതുമാണ്. അത് ഇപ്പോൾ ഭരണ സംവിധാനങ്ങൾ മാറിയാലും ഇല്ലെങ്കിലും ഒക്കെ ഏറെക്കുറെ നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് അത് സമാധാനത്തിനൊപ്പം നിൽക്കണം എന്ന് തന്നെയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്ന പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? രതീഷ്, ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി മീറ്റിംഗ് അല്പസമയം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വെച്ച് ആരംഭിച്ചിരുന്നു. ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി, ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് ഹാൻഡിലൂടെ UAE ഭരണാധികാരിയുമായി സംസാരിച്ചു എന്ന് വ്യക്തമാക്കുന്നത്. UAEയോട് നന്ദി പറയുകയാണ്. UAEയിലുള്ള ഇന്ത്യൻ സമൂഹത്തിന് സുരക്ഷയൊരുക്കിയതിൽ, അതോടൊപ്പം തന്നെ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാനും സമാധാനം തിരികെ കൊണ്ടുവരാനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള നടപടികൾക്കും ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു യോഗം, കേന്ദ്ര സുരക്ഷാ ക്യാബിനറ്റ് സമിതി യോഗം ചേരുന്നു എന്ന് വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ അതിൽ പ്രധാന അജണ്ട എന്തായിരിക്കുമെന്ന ഒരു ചർച്ചയുണ്ടായിരുന്നു. തീർച്ചയായും വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ താമസിക്കുന്ന ഈ അറേബ്യൻ നാടുകൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, അത് സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുക എന്നതാണ്. എന്തായാലും നിലവിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ ഇന്ത്യ കൂടുതൽ വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ കാര്യത്തിൽ, അതായത് ഈ യുദ്ധ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾ കടന്നുപോകുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ അവരുടെ സുരക്ഷ ആരംഭിക്കുന്നതാണ്. ഇതിനോടൊപ്പം UAE പ്രസിഡന്റുമായി നേരിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. UAEക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ, ഇപ്പോൾ ഏറ്റവും വലിയ ആക്രമണം ഗൾഫ് റീജിയനിലുണ്ടായത് UAEക്കെതിരെയാണ്. അവിടെയാണ് 3 പേർ കൊല്ലപ്പെട്ടത്. ഒരാൾ കുവൈറ്റിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ UAEയിൽ കൊല്ലപ്പെട്ട 3 പേരും ഏഷ്യക്കാരാണ്, ഇന്ത്യക്കാരില്ലെങ്കിലും പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളാണ് എന്ന വിവരം നേരത്തെ വന്നതാണ്. 100-ലധികം പേർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. മലയാളികൾ ഉൾപ്പെടെ, ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പ്രവാസികളുള്ള സ്ഥലമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ്, അത്തരമൊരു പരാമർശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് വേണം മനസ്സിലാക്കാൻ.